ആദ്യം ഷിഷാബു പ്രസാദ്, ശിക്ഷാ ഇളവ് കൊടുത്ത് ജയിൽ മോചിതരാക്കിയ പ്രതികൾക്ക് വീണ്ടും ജയിൽവാസം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ബി വി നാഗരത്ന എഴുതിയ വിധി അതിനിശ്ചിതമായ വിമർശനം ഗുജറാത്ത് സർക്കാരിന് നേരെ ഉന്നയിക്കുന്നുണ്ട്. ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു, അധികാര ദുർവിനിയോഗം നടത്തി. ഇത് കോടതി ഉത്തരവിനെ മറയാക്കി റൂൾ ഓഫ് ലോയെ മറികടക്കുന്നതിന്റെ ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. ഗുജറാത്ത് സർക്കാർ ഉത്തരം പറയേണ്ട വിഷയമല്ലേ ഇത്? അഭിലാഷ്, ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ വേറൊരു ചർച്ച കഴിഞ്ഞാണ് ഞാനിപ്പോൾ വരുന്നത്. അതിൽ ബഹുമാന്യ കെ ജെ ജേക്കബ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഈ വിധിയോടുകൂടി, ഇപ്പോൾ ഇന്നത്തെ ഈ വിധിയോടുകൂടി ഈ രാജ്യത്ത് വലിയ ഒരു പ്രതീക്ഷ പുലർന്നിരിക്കുകയാണ്. ഇത്രയും നാൾ ഇവിടെ നീതിയൊക്കെ നിഷേധിക്കപ്പെട്ട സുപ്രീം കോടതി, നമ്മുടെ നീതിപീഠമടക്കം യഥാർത്ഥ നീതി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതൊരു വലിയ പ്രകാശമാണ് എന്നുള്ള ആ ഒരു നറേഷനിലാണ് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ നീതിപീഠത്തിന് എല്ലാവരും കൂടി ഇന്ന് ഒരു ശാപമോക്ഷം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇനി മറ്റൊരു ഈ ബിൽക്കിസ് ബാനു കേസിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ രാജ്യം കണ്ട ഏറ്റവും വളരെ ക്രൂരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്രൈമാണ് അവിടെ നടന്നത്. അതിലെ പ്രതികൾക്ക്, കോടതി കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് 100% അർഹമായ ശിക്ഷ ലഭിച്ചിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എനിക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവർക്ക് ജീവപര്യന്തം തടവാണ് ലഭിച്ചത്. ആ ജീവപര്യന്തം ഏതാണ്ട് 20 വർഷത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും അനുവദിക്കപ്പെട്ട രീതിയിൽ കൂടെ തന്നെയാണ് അവർ കോടതിയെയും സർക്കാരിനെയും സമീപിച്ചതും അവർ ജയിൽ മോചിതരായതും. ഇവിടെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആരും തന്നെ ജീവിതകാലം മുഴുവനും തടവിൽ കിടന്ന ചരിത്രം നമുക്കില്ല, നമ്മുടെ മുമ്പിൽ എൻ്റെ അറിവിലില്ല. അല്ല ഷിഷാബു പ്രസാദ്, ശിക്ഷ ഇളവ് കൊടുക്കുന്ന ചരിത്രം ഉണ്ട്. ശിക്ഷ ഇളവ് ചില ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്ത ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ 2014 ഗുജറാത്തിലെ BJP സർക്കാർ തന്നെ, BJP സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയം തന്നെ ഈ ശിക്ഷാ ഇളവിന്റെ കാര്യത്തിൽ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോളിസിയുമായി ബന്ധപ്പെട്ട ആ പോളിസി പറയുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ആ പോളിസി പറയുന്നു, CBI കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അതിനിശ്ചിതമായ, അതായത് 2-ലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള, 2-ലധികം കൊല്ലപ്പെട്ടിട്ടുള്ള കൂട്ടക്കൊലകളിലും കൂട്ടബലാത്സംഗങ്ങളിലും പങ്കാളികളായവർ തുടങ്ങിയ ആളുകൾക്ക് ഈ ശിക്ഷാ ഇളവ് നൽകില്ല എന്നുള്ളത് ഗുജറാത്ത് സർക്കാരിന്റെ തന്നെ പോളിസിയായിരുന്നു. അപ്പോൾ ഈ 11 BJP-കാരായ പ്രതികൾക്ക് വേണ്ടി ഈ പറയുന്ന പോളിസി മാറുന്നു. ഇവിടെ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അവർക്ക് സ്വീകരണങ്ങൾ ഉണ്ടാവുന്നു. ആ സ്വീകരണം അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ന്യായീകരിക്കുന്നു. അങ്ങനെ ഇത്രയും നൃശംസമായ, ഇത്രയും നിഷ്ഠൂരമായ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് ഒരു സ്റ്റേറ്റിന്റെ പിന്തുണ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അഭിലാഷ്, ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് സർക്കാരിൻ്റെ ആ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു. സുപ്രീം കോടതി അത് തിരുത്തി. അതായത് ഇവിടെ നീതിപീഠം എന്ന് പറയുന്നൊരു സാധനം ഉള്ളത് ഇവിടെ ഭരണകൂടങ്ങൾക്ക് മേൽ, ഭരണകൂടങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്ന ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഇവിടെ നീതിപീഠമുള്ളത്. അതുകൊണ്ട് തന്നെ ആ നീതിപീഠത്തിൻ്റെ തീരുമാനം എന്തു തന്നെയായാലും അതിനെ സർവാത്മന അംഗീകരിക്കുക എന്നുള്ളതാണ് പൗരധർമ്മം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അഭിലാഷേ, ഇപ്പം ഞാൻ BJP വക്താവല്ല, BJP-യുടെ കാര്യങ്ങൾ പറയാൻ എനിക്ക് അവകാശവുമില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം. ഈ BJP-യുടെയോ അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാരിൻ്റെയോ നിലപാടിന് വിരുദ്ധമായ ഒരു വിധി വന്നു എന്നുള്ളത് കൊണ്ട് ആരും ജസ്റ്റിസ് നാഗരത്നയെ പ്രതീകാത്മകമായി നാട് കടത്താൻ പോകുന്നില്ല. ബൂർഷ്വാ കോടതി തുലയട്ടെ എന്ന് പറയാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് നീതി അസ്തമിച്ചു എന്ന് പറയാൻ പോകുന്നില്ല. ഇവിടെ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. കോടതി വിധി അനുകൂലമായാലും ശരി, പ്രതികൂലമായാലും ശരി, എപ്പോഴും എല്ലാ കോടതി വിധികളും നമ്മുടെ നിലപാടുകൾക്ക് അനുകൂലമായി കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ പ്രതികൂലമായി വന്നാലും അനുകൂലമായി വന്നാലും അതിനെ സർവാത്മന അംഗീകരിക്കുക.